ഹലോ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക, ഷെയർ ചെയ്യാനൊക്കെ വളരെ വേണ്ടി വന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിതിൻ്റെ ഇടയിലൊരു അറ്റാക്കിൻ്റെ വേദന ഇളകി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടോ. എനിക്കുണ്ടായൊരു അനുഭവം പറയുകയാണ്. അല്ലാതെ ഇത് കളിയാക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നും അല്ല കേട്ടോ പറയുന്നത്. അതൊന്നും വിചാരിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടായൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതിൽ വേറൊരു ഉദ്ദേശം ഇതിലില്ല. ആരും അങ്ങനെയൊന്നും വിചാരിക്കും വേണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു വേദന ഇളകി. അങ്ങനെ അവിടുന്ന് അവരൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് അങ്ങനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടുന്ന് ആംബുലൻസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ വേദന കൊണ്ട് എനിക്ക് വേറൊന്നും ഞാൻ അറിയുന്നില്ല, വെറും വേദന മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോൾ, ആംബുലൻസിൽ കുറച്ച് ദൂരം ചെന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ മരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. കാരണം നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയണേക്കാം. മൂത്രമൊഴിക്കാൻ മുട്ടും, അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാൻ മുട്ടും, ഛർദ്ദിക്കാൻ വരും. എനിക്കിതൊക്കെ വന്നു. വിയർത്തും ചെയ്തു, നല്ലോണം വിയർത്ത്, നല്ല വിയർത്തു. ഞാനങ്ങനെ എൻ്റെ ശരീരം ഇങ്ങനെ വിയർക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഫുള്ള് നല്ലോണം വിയർത്ത്, ഷർട്ടൊക്കെ ഞാൻ തന്നെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ വേദന ഇളകിയപ്പോൾ. അപ്പോൾ ആകെ വിയർത്ത് കുളിച്ച് എൻ്റെ അപ്പോൾ വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് എന്തൊക്കെയോ പറയണ്ടോ, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഏതായാലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നേരെ കൊണ്ടുപോയി, നേരെ ആംബുലൻസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തി. ഹോസ്പിറ്റലിൽ നേരെ ഐസി റൂം, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിക്കണം പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ട് ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ശരിക്കും നോർമലായിട്ട് ഓർമ്മ വരുന്നത്. ശരിക്കും നോർമലാകുന്നത് പിറ്റേന്ന് രാവിലെയാണ്. കയറ്റിയിട്ട് പിറ്റേന്ന് രാവിലെ പിന്നെ എന്നോട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ നിൽക്കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു ചെന്നതാണ്, ഇതാണ് മഹസറ എന്നൊക്കെ വിചാരിച്ചത്. സത്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അത് കളിയാക്കല്ല, സത്യമായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് അവിടെ ചെന്ന് ഞാനൊരു ഡോക്ടറെ അതായത് ഒരു സിസ്റ്റർ അങ്ങനെ കൈവിട്ട് അങ്ങനെ മാടി വിളിച്ചു അടുത്തിങ്ങനെ വന്നപ്പോൾ, അതായത് ഞാൻ മരിച്ചതാണോ അതിപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല സിസ്റ്ററോട് ചിരിച്ചു ചിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊട്ടിയിട്ട് തുളത്തിങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞു മരിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ മരിച്ച അല്ല എന്താ അങ്ങനെ ചോദിക്കണം, അങ്ങനെ പറയരുത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറേ പറഞ്ഞു എന്നോട്. പറഞ്ഞാൽ എനിക്ക് മരിച്ച മാതിരി തോന്നുന്നുണ്ട്. ഞങ്ങൾ എൻ്റെ മൊബൈലിൽ എനിക്ക് അപ്പോഴൊന്നും വിശ്വാസം വരില്ല. അപ്പോൾ ഞാനെന്താ പറയുക, നമ്മളെ മലക്കുകളാണ് ഇതിൻ്റെ കണ്ടീഷനാണ് ചെയ്തത്. പിന്നെ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ അവിടെ എന്ന് നോക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് മരിച്ചു പോയ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഓർമ്മ വന്നിട്ട് പേരെടുത്ത് പറയണില്ല. എൻ്റെ കൂട്ടുകാർ കുറേ മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ബാക്കിക്കാർ കുറേ മരിച്ചു പോയിട്ട് ഉമ്മയും ബാപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ എന്ന് ഞാൻ അവിടെ ശ്രദ്ധിച്ചു. അവിടെ ഞാൻ നോക്കി, എന്നാൽ ഒരുപാട് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. നമ്മളിങ്ങനെ സ്ഥലം മാറ്റിക്കൊണ്ടല്ലോ. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോകണമെന്നൊക്കെ പറയണ്ടല്ലോ നമ്മളോട്. അപ്പോൾ അതുപോലെ ഇവിടെയും തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അത് നോക്കാം. അതാണാവുന്ന എഴുതി ഞാൻ അതും അല്ല എന്ന് തോന്നില്ല. അപ്പോൾ എന്നോട് സിസ്റ്റർമാരപ്പോൾ ചിരിക്കുന്നതാണ്. എന്നോട് ആ മൊബൈൽ ചോദിച്ചു, നിങ്ങളുടെ മൊബൈലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മൊബൈൽ ഇതിൻ്റെ ഉള്ളിൽ തരാൻ. അപ്പോൾ നിങ്ങൾ ICUവിലാണുള്ളത്, ഇവിടേക്ക് മൊബൈൽ തരാൻ പറ്റില്ല, നിങ്ങളപ്പോൾ വാർഡിലേക്കാകും, അപ്പോൾ അവിടുത്തെ നിങ്ങൾക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും വാർഡിലേക്കാക്കിയപ്പോൾ അങ്ങനെ ഞാൻ ഇതിനാണ് സ്ട്രെച്ചർ തന്നെയാണ് കൊണ്ടുപോയിട്ട് വാർഡിലേക്കാക്കിയപ്പോൾ എൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ വന്ന് എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മൊബൈലൊന്ന് കാണുന്നതാണ്. ഇവരൊന്നും കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമില്ല. കാരണം അതൊക്കെ തോന്നലാണോ മരിച്ചതാണോ ജീവിച്ചിരിക്കണോ ഒന്നും ഒരു പിടുത്തല്ല. ഞാൻ മൊബൈലിൽ വാങ്ങിയിട്ട് എൻ്റെ മൊബൈലൊക്കെ അവരെടുത്ത മൊബൈലിൽ വാങ്ങിയിട്ട് ഞാൻ ആദ്യം നോക്കിയത് വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിലുണ്ടാറുണ്ടല്ലോ ഈ ജനാസംസ്കാരം, അതായത് മയ്യത്ത് നിസ്കാരത്തിനെ പക്ഷേ കയറി വരും. ഇന്ന ടൈമിന് മരിച്ചു, ഇന്ന ടൈമിന് മയ്യത്ത് നിസ്കാരം, ഇന്ന ടൈമിന് മയ്യത്ത് നിസ്കാരമാണ് പള്ളിയിൽ ഇന്ന ടൈമിന് എത്തുന്നൊക്കെ ഉള്ളൊരു മെസ്സേജുകളൊക്കെ ഉണ്ടാറുണ്ടല്ലോ ഗ്രൂപ്പുകളിൽ. അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സുഖമില്ലാതെ ആയ വിവരങ്ങളും കൊണ്ടേ വിവരങ്ങളും മാത്രമേ ഉള്ളൂ. മരിച്ചതായിട്ടൊന്നും ഈ നോക്കിയിട്ട് കാണില്ല. അപ്പോഴാണ് എനിക്കൊരു വിശ്വാസമായത് ഞാൻ മരിച്ചിട്ടില്ല എന്ന്. ആ വേദന എന്ന് പറഞ്ഞാൽ ജാതി വേദനയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. അല്ല ഞാനിത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ പടച്ചവനെ കളിയാക്കി പറയും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആ ഉദ്ദേശം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ എൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം മാത്രം ഞാൻ പങ്കുവെക്കുക എന്നുള്ളതുള്ളൂ. ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം, എനിക്ക് ഉണ്ടാക്കിയിട്ട് പറയാമല്ലോ. അതോ എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇനി ആർക്കും ഇത്രയും വേദനയുള്ള ഒരു അനുഭവം ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു, നിർത്തുന്നു. ഓക്കെ.